വഖഫ് എന്നാൽ 4 അക്ഷരങ്ങളിൽ ഒതുങ്ങുന്ന കിരാതമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. രാജ്യത്ത് ആ കിരാതം ഒതുക്കിയിരിക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. മണിപ്പൂരും പൊക്കിപ്പിടിച്ചുകൊണ്ട് നടന്നവന്മാരൊന്നും ഇന്നില്ല. ആർക്കും ഇപ്പൊ മണിപ്പൂര് വേണ്ട. മണിപ്പൂരിന് തന്നെ സമാനമായ ഭാരതത്തിലെ മറ്റൊരു വലിയ വിഷയം, ഞാൻ ആ ബോർഡിന്റെ പേരേ പറയില്ല, 4 ആംഗ്ലേയ അക്ഷരങ്ങളിൽ ഒതുങ്ങുന്ന ഒരു കിരാതം. ഒരു ബോർഡും ഇവിടെ തണ്ടല്ലോടുകൂടി നിൽക്കില്ല, ആ തണ്ടല് ഞങ്ങൾ ഊരിയിരിക്കും എന്ന് വ്യക്തമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് മുനമ്പത്തെ സുഖിപ്പിച്ചുകൊണ്ടൊന്നും നേടണ്ട. ഒരു കേന്ദ്രമന്ത്രി പറയേണ്ട വാക്കുകളല്ല സുരേഷ് ഗോപി പറഞ്ഞതെന്ന് പി.കെ. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. തമ്മിൽ തല്ലിക്കാനാണ് നീക്കമെന്നും കേന്ദ്ര സർക്കാരിന്റേത് ഭിന്നിപ്പിക്കുന്ന തന്ത്രമെന്നും പി.കെ. കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു. എവിടെ ചെന്നാലും കലക്കാണ്. പാലക്കാട്ട് പെട്ടി വെച്ച് കലക്ക്, മുനമ്പത്ത് ഒക്കപ്പ് വെച്ച് കലക്ക്, വടകരയിൽ കാഫർ വെച്ച് കലക്ക്, ഇപ്പോൾ പൂരം കലക്കി. ഇപ്പോൾ വയനാട്ടിൽ ഇനി വല്ല കലക്കനും വഴിയുണ്ടോ? ഈ നേരം കൊണ്ട് അവർക്ക് വന്ന് ആ പാവപ്പെട്ട ദുരന്തത്തിനിരയായവർക്കൊക്കെ വല്ലതും കൊടുക്കാനൊന്നും മുൻകൈ എടുത്തൂടെ? കേന്ദ്രമന്ത്രി വയനാട്ടിൽ വരുമ്പോൾ പറയേണ്ടത് ആവർത്താനല്ലേ, അല്ലാതെ ഇതാണോ? അതുകൊണ്ട് എന്താ ഡിവൈഡ് ആൻഡ് റൂള്, കേന്ദ്ര ഗവൺമെൻറ്റിനും കേരള ഗവൺമെൻറ്റിൻ്റെയും ഒക്കെ നയം ഇപ്പോൾ ഇതായി മാറിയിരിക്കുകയാണ്. ഷഹദ് റഹ്മാൻ ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. ഷഹദ്, ഏത് സാഹചര്യത്തിലാണ് കേന്ദ്രമന്ത്രിയുടെ ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം? ഒപ്പം ശക്തമായ ഭാഷയിൽ അതിനെ വിമർശിക്കുന്നുണ്ടല്ലോ മുസ്ലിം ലീഗ് നേതാവ് പി.കെ. കുഞ്ഞാലിക്കുട്ടി. പ്രവിത, ഈ വിഷയം നമുക്കറിയാം അതിവൈകാരികമാണ്. ആ വിഷയത്തെ ചൊല്ലിയാണ് ഇപ്പോൾ പുതിയ രാഷ്ട്രീയ വിവാദം ഉടലെടുത്തിരിക്കുന്നത്. ഇന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വയനാട്ടിലെ ബി.ജെ.പി. സ്ഥാനാർത്ഥി നവ്യ ഹരിദാസിന്റെ പ്രചാരണ വേളയിലാണ് ഇത്തരത്തിൽ തുടർച്ചയായി ആവർത്തിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു പരാമർശം നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വഖഫ് എന്നാൽ 4 അക്ഷരങ്ങളിൽ ഒതുങ്ങുന്ന കിരാതമാണെന്നും അമിത്ഷാ ഇതുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ താൻ ഇങ്ങോട്ടാണ് വരുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഒരു വീഡിയോ അയച്ചു തന്നിട്ടുണ്ടെന്നും ആ വീഡിയോ അതായത് സംസ്ഥാന നേതൃത്വത്തോടും അതുപോലെ തന്നെ ജില്ലാ നേതൃത്വത്തോടും ഒക്കെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടുണ്ട്. ഈ വീഡിയോ വ്യാപകമായി എല്ലായിടത്തും പ്രചരിപ്പിക്കണമെന്നും ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എന്താണ് ഈ വിഷയത്തിലെ യഥാർത്ഥ കാര്യങ്ങൾ എന്നുള്ളത് മനസ്സിലാകും എന്നതടക്കമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല, ഭാരതത്തിൽ ആ കിരാതം ഒതുക്കിയിരിക്കുമെന്നും സുരേഷ് ഗോപി ഇന്ന് ബി.ജെ.പി. സ്ഥാനാർത്ഥി നവ്യ ഹരിദാസിന്റെ പ്രചാരണ പരിപാടിയിലുടനീളം സംസാരിച്ചു. എന്നാൽ ഉച്ചയോട് കൂടിയിട്ടാണ് പി.കെ. കുഞ്ഞാലിക്കുട്ടി ഇതുമായി ബന്ധപ്പെട്ട്, കാരണം സുരേഷ് ഗോപിയുടെ പ്രതികരണം ഇന്ന് രാവിലെയാണ് വന്നത്, തുടർന്ന് അത് വിവാദമാകുന്നു. തൊട്ടുപിറകെ ഇന്ന് പി.കെ. കുഞ്ഞാലിക്കുട്ടി അതിനെ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അതായത് ഒരു കേന്ദ്രമന്ത്രി പറയേണ്ട വാക്കല്ല സുരേഷ് ഗോപി പറഞ്ഞതെന്നും ഭിന്നിപ്പിക്കുന്ന തന്ത്രമാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായതെന്നും തമ്മിൽ തല്ലിക്കാനാണ് ഇവരുടെ നീക്കമെന്നും മുനമ്പത്ത് സമാധാനം കൊണ്ടുവരേണ്ടവർ കലക്കാനാണ് ശ്രമിക്കുന്നതെന്നും പി.കെ. കുഞ്ഞാലിക്കുട്ടി കുറ്റപ്പെടുത്തി. എന്തായാലും ഈ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ വിവാദം അല്ലെങ്കിൽ ഈ പരാമർശത്തെ ചൊല്ലി വലിയ രീതിയിലുള്ള വാക്പോരുകൾ നടക്കുകയാണ്. പക്ഷേ ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു വിശദീകരണം നൽകാനോ അല്ലെങ്കിൽ ഇത് തിരുത്തി പറയാനോ സുരേഷ് ഗോപിയോ അല്ലെങ്കിൽ ബി.ജെ.പി. നേതാക്കളോ തയ്യാറായിട്ടില്ല. മറിച്ച് ഇത് ബോധപൂർവം ഇത്തരത്തിലൊരു പരാമർശം നടത്തുകയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, ഷഹദ് റഹ്മാനാണ് വിവരങ്ങൾ നൽകിയത്.